ദൈവം ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാരുണ്യകർമ്മങ്ങൾ ചെയ്യുക മനുഷ്യധർമ്മമാണ്. ബത്തേരി പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ ബദരി സിസ്റ്റേഴ്സ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് മാർഗദീപം തെളിക്കാനായി ബഥാനിയ സ്പെഷ്യൽ സ്കൂൾ 2003 ഓഗസ്റ്റ് 11 അന്നത്തെ മദർ പ്രൊവിൻഷ്യൽ ആയിരുന്ന ബഹുമാനപ്പെട്ട മദർ തബീത്ത SICയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. സ്നേഹത്തോടെയുള്ള പരിചരണത്തിലൂടെയുള്ള സൗഖ്യം എന്ന ആപ്തവാക്യവുമായി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ കഴിവുകളെ കണ്ടെത്തി വിദഗ്ധ പരിശീലനത്താൽ അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അവരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന കാഴ്ചപ്പാടോടെയും ക്രിസ്തീയ സ്നേഹത്തിലൂടെ മാനസിക വെല്ലുവിളികൾ ഉള്ളവരെ പരിചരിക്കുകയും ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തത് എന്ന ക്രിസ്തുനാഥന്റെ വചനങ്ങളിൽ നിന്ന് ശക്തി ആർജിച്ച് അവരുടെ പൂർണ്ണ വളർച്ചയെ പരിപോഷിപ്പിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ബഥാനിയയുടെ ദൗത്യം. 5 കുട്ടികളിൽ ആരംഭിച്ച ബഥാനിയ ഇന്ന് 22 വർഷങ്ങൾ പിന്നിടുമ്പോൾ 124 കുട്ടികളെ ഉൾക്കൊള്ളുന്ന വിദ്യാലയമായി മാറി. ബഥാനിയ സ്പെഷ്യൽ സ്കൂൾ ഇന്ന് ഈ പ്രദേശത്തിന് തന്നെ ആവശ്യ ഘടകമായി മാറി. 4 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർ ഇവിടെ പഠനം നടത്തുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നല്ല പരിശീലനം നൽകാൻ ബഥാനിയയ്ക്ക് കഴിയുന്നു. അതുവഴി കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ പുറത്തെടുത്ത് പരിശീലനം നൽകി സമൂഹത്തിന്റെ ഭാഗമായി തീരാൻ ഇവർക്ക് സാധിക്കുന്നു. സിസ്റ്റർ മെറിൻ, സിസ്റ്റർ ടെസ എന്നിവർക്ക് ശേഷം സിസ്റ്റർ അക്ഷയ സ്കൂളിന്റെ പ്രിൻസിപ്പളായി സേവനം ചെയ്യുന്നു. പരിശീലനങ്ങൾ കുട്ടികളുടെ പ്രായവും കഴിവും അനുസരിച്ച് പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ, വൊക്കേഷണൽ എന്നീ ഗ്രൂപ്പുകളായി തിരിച്ച് പഠനം ക്രമീകരിച്ചിരിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് SCRTയുടെ പാഠ്യപദ്ധതി അനുസരിച്ചാണ് പഠനം. അനന്തര ജീവിതത്തിന് ആവശ്യമായ പരിശീലനം പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ഓട്ടിസം, സെർവർ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇന്റലക്ച്വലി ഡിസബിൾഡ്, ഡൗൺ സിൻഡ്രോം, ADHD എന്നീ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണ് ഈ സ്കൂളിൽ പഠനം നടത്തുന്നത്. അധ്യാപകർ, അനധ്യാപകർ. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉള്ളതും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പൂർത്തീകരിച്ചവരുമായ അധ്യാപകരും പല തസ്തികകൾക്കാവശ്യമായ യോഗ്യതയുള്ളവരുമായ അനധ്യാപകരുമാണ് ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്നത്. വിവിധ തെറാപ്പി യൂണിറ്റുകൾ സ്കൂളിനോട് ചേർന്ന് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഡെവലപ്മെന്റ് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. സ്കൂളിലെ കുട്ടികൾക്ക് പുറമെ പുറത്തുനിന്നുമുള്ള കുട്ടികൾ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവയ്ക്കായി എത്തുന്നുണ്ട്. ആളുകളെ അവരുടെ സ്വന്തം പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി പ്രവർത്തനക്ഷമത കൈവരിക്കാൻ സഹായിക്കുന്നതാണ് ഒക്യുപേഷണൽ തെറാപ്പി. വികസന കാലതാമസമോ വൈകല്യമോ ഉള്ള കുട്ടികളെ അവരുടെ പൂർണ്ണ ശേഷിയിലെത്താൻ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം തെറാപ്പിയാണ് ഡെവലപ്മെന്റൽ തെറാപ്പി. വൊക്കേഷണൽ യൂണിറ്റ് 18 വയസ്സിന് മുകളിലുള്ളവർക്കായി വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. ഈ വിഭാഗത്തിന്റെ ഭാഗമായി ഓഫീസ് ഫയൽ, സോപ്പ്, മെഡിസിൻ കവർ, പോസ്റ്റ് കവർ, ഓസ്തി, വീഞ്ഞ് എന്നിവ നിർമ്മിക്കുകയും വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ കുട്ടികൾ നിർമ്മിക്കുന്ന മെഴുകുതിരികൾ വിവിധ ദേവാലയങ്ങളിൽ വിൽപ്പന നടത്തുന്നു. ഇതുവഴി അവർക്ക് ചെറുതെങ്കിലും ഒരു വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്നു. വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കുട്ടികൾക്ക് ക്രാഫ്റ്റ് ഇനങ്ങൾ, എംബ്രോയിഡറി വർക്കുകൾ പരിശീലിപ്പിക്കുന്നു. ഹോസ്റ്റൽ 2007 മുതൽ കോൺവെന്റിനോട് ചേർന്ന് പെൺകുട്ടികൾക്കായി ഹോസ്റ്റൽ പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ 20 പെൺകുട്ടികളാണ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നത്. PTA വളരെ സജീവമായ PTA ആണ് സ്കൂളിനുള്ളത്. സ്കൂളിന്റെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ആഘോഷ പരിപാടികളിൽ എല്ലാ രക്ഷിതാക്കളും ഭാഗവാക്കാകുന്നു എന്നത് അഭിനന്ദനീയമാണ്. PTA പ്രസിഡന്റായ ശ്രീ KB ശിവാനന്ദൻ, വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് ഫിലിപ്പ്, സെക്രട്ടറി ശ്രീമതി ഉമ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഫാത്തിമ, ട്രഷറർ ശ്രീ ദേവാനന്ദൻ തരിയറ കൂടാതെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റ് PTA അംഗങ്ങൾ ഓരോരുത്തരും സ്കൂളിന്റെ ദൈനംദിന കാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ആഘോഷ പരിപാടികളിലും ആത്മാർത്ഥമായി സേവനം കാഴ്ചവെക്കുന്നു. കലാകായിക രംഗം കലാകായിക മത്സരങ്ങളിലെല്ലാം കുട്ടികൾ പങ്കെടുക്കുകയും വിജയികളാകുകയും ചെയ്യുന്നു. 2024 ഡിസംബറിൽ കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാനതല സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ബഥാനിയയിലെ കുട്ടികളായ വിജേഷ് VR, മുറൈവ് BP, റംഷാദ് A, മനുപ്രസാദ് CK, സ്നേഹ ഫിലിപ്പ്,
നുസ്രത്ത് പി പി, സുകന്യ NS, ജെസ്സി കുര്യാക്കോസ്, അഞ്ജുഷ KT, ശ്രീനിമോൾ, ശ്രേയാദാസ് PP, ബിൻസി ഷഹന UP എന്നിവർ സ്വർണം, വെള്ളി, വെങ്കലം മെഡലുകൾ കരസ്ഥമാക്കി. ബഥാനിയയുടെ അഭിമാനങ്ങളായ കായിക പ്രതിഭകളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പൊന്നാനിയിൽ നടന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ കുട്ടികൾ പങ്കെടുത്ത് വിവിധ ഇനങ്ങളിൽ സമ്മാനാർഹരായി. മമ്പാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച തളിരുകൾ എന്ന സർഗോത്സവത്തിലും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ജ്വാല 2025 എന്ന സർഗോത്സവത്തിലും കുട്ടികൾ പങ്കെടുത്ത് സമ്മാനാർഹരായി ബഥാനിയയുടെ SS ഉയർത്തിപ്പിടിച്ചു. ഇവരെ സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അധ്യാപക പരിശീലനം. സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്കായി നടത്തിവരുന്ന പരിശീലന ക്യാമ്പ്, സെമിനാർ എന്നിവയിൽ അധ്യാപകർ പങ്കെടുത്തു വരുന്നു. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന CRE പ്രോഗ്രാമുകളിൽ സ്പെഷ്യൽ അധ്യാപകർ പങ്കെടുക്കുന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ മലപ്പുറം ജില്ലാ കോർഡിനേറ്ററായി സിസ്റ്റർ അക്ഷയ സേവനം ചെയ്യുന്നു. ബോധവൽക്കരണ പ്രോഗ്രാം. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്ക് ഹോമിയോ മരുന്നുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് കാട്ടുമുണ്ട ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ഷാജിറ ക്ലാസ് എടുത്തു. സ്വയം ചികിത്സ അപകടമാണെന്നും കൃത്യമായ പരിശോധനാ മാർഗമേ മരുന്നുകൾ ഉപയോഗിക്കാവൂ എന്നും ഡോക്ടർ ഉത്ബോധിപ്പിച്ചു. മോട്ടിവേഷൻ ക്ലാസ്. ജീവിത വിജയങ്ങൾക്കായി രക്ഷിതാക്കൾക്ക് ജിഷ്ണു മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിതത്തിനാവശ്യമായ മനോധൈര്യം ഉണ്ടാകുന്നതിനും ജീവിതത്തിലെ നഷ്ടപ്പെട്ടുപോയ സന്തോഷം തിരിച്ചു കൊണ്ടുവരുന്നതിനും മോട്ടിവേഷൻ ക്ലാസ് ഉപകാരപ്പെട്ടു. ദിനാഘോഷങ്ങൾ. പ്രകൃതിയിലെ പച്ചപ്പ് നിലനിർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത ലോകത്തോട് വിളിച്ചു പറയുന്നതുമായ ലോക പരിസ്ഥിതി ദിനാഘോഷം ബഥാനിയയിലും നടന്നു. വൃക്ഷത്തൈ നട്ട്